ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസും ഓയിൽ ചേഞ്ചൊന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ക്ലച്ച് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് സെൽഫ് അടിക്കുകയുള്ള അങ്ങനെ 1-2 പ്രോബ്ലംസ് നമുക്ക് തോന്നിയത് കേട്ടോ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലച്ച് അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, പക്ഷേ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ വീലുകൾ ഡാമേജാണ് ക്ലച്ചിനകത്ത്. അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നല്ല രീതിയിൽ പ്ലേ കാണിച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പീസെറ്റ് സ്ലൈഡ് റോളറൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. തന്നെയല്ലാതെ ഏകദേശം തേയ്മാനം വന്ന് പൊട്ടാറായ ഒരു അവസ്ഥയിലേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ആ റോളർ സെറ്റൊക്കെ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ക്ലച്ച് യൂണിറ്റും നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലത്തെ ഇതേപോലെ ഒരു യൂണിറ്റായിട്ട് വരാം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും 2 വീലുകൾ ചേർന്നിട്ടൊരു യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനകത്ത് ഇവിടെ റോളർ പിന്ന് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ പിന്ന് വന്ന ഭാഗമൊക്കെ ശരിക്കും ഓവലായി പോയി കാണാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ 2 വീലുകളും മാറ്റി ആ റോളർ പിന്നും കൂടി മാറ്റിയിടാണെങ്കിൽ ആ ക്ലച്ചിൻ്റെ ഭാഗം ക്ലിയർ ആയിക്കോളും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പിന്നും റോളറും മാറ്റിയിട്ട് തൽക്കാലം വേണമെങ്കിൽ കൊണ്ടുനടക്കാം. കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും കംപ്ലയിൻസുകൾ തുടങ്ങും. നമ്മൾ പക്ക ക്ലിയർ ആയിട്ടാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്ലച്ചിൽ വരുന്ന ഈ ഡാമേജുള്ള വീലുകൾ മാറ്റി റീസെറ്റ് ചെയ്യാം. അതായത് ഈ വീല് മാറ്റാം, ഇത് മാറ്റാം, അതിൻ്റെ പിന്ന്, റോളറോ, ഓയിൽസീൽ, ഓറിങ് അടക്കം മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ ക്ലച്ചിൻ്റെ അതൊരു ഫീല് കിട്ടുകയും ചെയ്യും. നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനും പറ്റും. നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീലുകളെല്ലാം നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ റോളറും പിന്നും മാറ്റാം. അപ്പോൾ തൽക്കാലത്തേക്ക് ആ റോളറും പിന്നിനും തേയ്മാനം, അപ്പോൾ ഓവലായ ഒരു അവസ്ഥയിൽ ആ ഇടുന്ന റോളറും പിന്നും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ആവുന്ന ഒരു ടൈം വരെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ വീലുകൾ എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. ഇത് വേരിയേറ്റർ ബോഡി, റോളർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റേണ്ടി വരും. ഇതുമ്മയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുമ്മ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ അത് മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതും ഒരു തലവേദന ചെയ്യാം. അതാണ് ക്ലിയറായി പോകും. ക്ലച്ച് ഷൂ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഷൂ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുറേ കൂടി. അപ്പോൾ അതിൻ്റെ പിന്നൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കിതുമ്പോൾ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റാണ് കിടക്കണേ. കമ്പനി ബെൽറ്റൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ. പക്ഷേ പുതിയ ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റ് നമുക്ക് അത് തന്നെ കിടന്ന് ഓടിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ക്ലച്ച് കവറും തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം. പിന്നെ ഇവിടെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, 2 കേബിളുകളും ചെക്ക് ചെയ്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല. നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഉൾപ്പെടുന്നില്ല. നമ്മളത് ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണലായിട്ട് ചെയ്യണം. തന്നെയല്ല, പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം തൽക്കാലം തൊടാതിരിക്കണം നല്ലത്. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 എന്ന് പറയുന്ന പെട്രോളാണ്. അത് സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക വണ്ടികളുടെയും കാർബറേറ്ററിനെ സ്വാഭാവിക അവസ്ഥയിൽ തന്നെ കംപ്ലയിൻ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മിസ്സിങ്, അതൊക്കെയാണ് കോമൺ ആയിട്ട് വരാം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം കാർബറേറ്ററിൻ്റെ ഭാഗം തൊടുകയോ അഴിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പരമാവധി ഉപയോഗിക്കുക. ഈ പറയുന്ന കംപ്ലയിൻറ്റുകൾ ഏതെങ്കിലുമൊക്കെ വലിയ താമസമില്ലാണ്ട് വരും. ആ വന്ന സമയത്ത് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം ചെയ്താൽ മതി. കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം ഒരു 10 വണ്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 8 വണ്ടി എടുക്കുകയാണെങ്കിലും 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഷോക്കിൻ്റെ ബുഷ് രണ്ടും കംപ്ലയിൻ്റ് ആണ്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ഓവലായിട്ട് ചാടി പോന്നിട്ടുണ്ട്. ലിങ്കിൻ്റെ ബുഷ് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ കോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കി. ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തിടാം. എന്തെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ചാണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തീരുന്നവരെ തന്നെ ഉപയോഗിക്കുക. പിന്നീട് മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിംഗ് ആയാലും ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. 2026 ബാറ്ററിയാണ്. ജസ്റ്റ് ഞാൻ അതിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തു, ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 12.72 വരെ വന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കാർബൺ സെക്ഷൻ കംപ്ലയിൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് സെറ്റ് ഇതേപോലെ ഒരു യൂണിറ്റായിട്ട് കിട്ടും. ഈ ആർമേച്ചർ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം. കാരണം ആർമേച്ചറിന് തേയ്മാനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മോട്ടർ റീസെറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് മോട്ടറിന് ചെറിയൊരു എരമ്പൽ സൗണ്ട് കാണിക്കും, ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം.
അപ്പോൾ അത് വേറെ പ്രശ്നമുള്ള കേസല്ല, വണ്ടി നമുക്ക് സ്റ്റാർട്ടായി കിട്ടും. കാരണം ആർമേച്ചർ ഫുൾ ഡെഡ് ആയില്ല. ഈ ടോപ്പ് സെറ്റ് ഇത് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങോട്ട് മാറ്റിയിടാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെ മാറിപ്പോകും. പുതിയൊരു മോട്ടറിൻ്റെ ആ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്, എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഇവിടെ ആയിട്ട് തന്നെയാണ് ഈ ഭാഗത്ത്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മൾ കിടക്കുന്നത് പുതിയ പ്ലഗ്ഗാണ്. അപ്പോൾ പ്ലഗ് തന്നെ ക്ലീൻ ചെയ്തിട്ടാൽ മതി. പക്ഷേ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറ്റണ്ടെന്ന് പറഞ്ഞാൽ പുതിയ ഓയിലാണ്, ലെവൽ നോക്കി നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് ഒരു പ്രതീക്ഷിക്കാവുന്ന എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നോക്കിയായിരുന്നു. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് വീൽ ഇങ്ങനെ നിർത്തിയാണ്. അപ്പോൾ അത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി ഒന്ന് അഴിച്ചിട്ട് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് ഇടാം. അതിനകത്ത് ഈ ക്ലച്ചിനകത്ത് വരുന്ന ഈ വീലുകളെല്ലാം തന്നെ കൂട്ടുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ. പിന്നീട് നമുക്ക് ഇത്ര മെയിൻ്റനൻസ് ചെയ്താൽ നമുക്ക് ആ കൂടി പിന്നെ വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ്. അത് നമ്മളിപ്പോൾ ഒരു പുതിയ കാർബറേറ്റർ വെച്ചാൽ പോലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകൾ പ്രതീക്ഷിക്കാം. വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും പ്രത്യക്ഷത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഏകദേശം വണ്ടിയുടെ ഒരു പിക്ചർ ഇതാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ.